ഇപ്പോൾ റിയൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 1.4 ആണ് ഇന്ന് ചെയ്യുന്നത്. അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. അതായത് റേഷണൽ നമ്പറിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു റേഷണൽ നമ്പർ നമുക്കറിയാം. റേഷണൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? P/Q ഫോമിൽ എഴുതുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഷണൽ നമ്പർ എന്ന് പറയുന്നത്. വേർ P and Q ആർ ഇൻറ്റിജേഴ്സ് ആൻഡ് Q നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ അതിനെ റേഷണൽ നമ്പർ എന്ന് പറയും. ഇനി നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത് റേഷണൽ നമ്പറിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ. റേഷണൽ നമ്പറിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ഒന്നുമില്ലെങ്കിൽ ടെർമിനേറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആയിരിക്കും. നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? റേഷണൽ നമ്പർ എന്ന് പറയാം. നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് അല്ലെങ്കിൽ റെക്കറിംഗ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളതാണ് റേഷണൽ നമ്പർ എന്ന് പറയുന്നത്. റേഷണൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റ്സ് റിപ്പീറ്റിംഗ് ആയിരിക്കും. അതായത് ടെർമിനേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 0.75 ഈ 0.75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 5 അവസാനിച്ചു. അങ്ങനെയല്ല, അവസാനിക്കുന്ന നമ്പേഴ്സിനെയാണ് നമ്മളിപ്പോൾ ഡിവൈഡ് ചെയ്യുന്നത് 1/2. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന് അവസാനിക്കുന്ന നമ്പർ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അത് അവസാനിക്കുന്നു. അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് പറയും? ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. ഇനിയിപ്പോൾ നോൺ ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ്. അപ്പോൾ ഇവിടെ 0.75 ഈ 75 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ അതും എന്താണ്? റേഷണൽ നമ്പറാണ്, നോൺ ടെർമിനേറ്റിംഗ് ആണ്, സ്റ്റോപ്പ് ചെയ്യുന്നില്ല. സ്റ്റോപ്പ് ചെയ്യാത്തതിനെയാണ് നമ്മൾ എന്ത് പറയുക? നോൺ ടെർമിനേറ്റിംഗ്. നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണെങ്കിൽ മാത്രമേ റേഷണൽ നമ്പർ ആവുള്ളൂ. നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിംഗ് ആണ്, അല്ലെങ്കിൽ നോൺ റിപ്പീറ്റിംഗ് ആണെങ്കിൽ അത് ഇറേഷണൽ നമ്പറാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡെസിമൽ എക്സ്പാൻഷനിൽ അറിയേണ്ടത്. ഇനി ആ എക്സസൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൽ 3 തിയറം അറിയാനുണ്ട്. തിയറം 1.5, തിയറം 1.6, 1.7. അതെന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എക്സസൈസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ആദ്യത്തെ തിയറം എന്ന് പറയുന്നത് ലെറ്റ് എക്സ് ബി എ റേഷണൽ നമ്പർ. അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ്സ് ആണെങ്കിൽ അതിനെ നമുക്ക് ഏത് ഫോമിൽ എഴുതാൻ പറ്റും? P/Q ഫോമിൽ എഴുതാൻ പറ്റും. P/Q ഫോമിൽ എഴുതാൻ പറ്റുവാണ് അതിൻ്റെ Q, അതായത് Qൻ്റെ പ്രൈം ഫാക്ടേഴ്സിൽ എന്തൊക്കെയാണ് വരാൻ പാടുള്ളൂ? 2n × 5n ഈ ഫോമിൽ വരണം. 2n × 5n where n and m are നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. പോസിറ്റീവ് സൈന് മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ തിയറം 1.5 എന്ന് പറയുന്നത്. 1.5 ഒരു റേഷണൽ നമ്പർ തന്നെ അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ്സ് ആണെങ്കിൽ അതിന് നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റും. Q ഈസ് ഓഫ് ദ ഫോം, അതായത് P/Q ഫോമിൽ എഴുതുന്ന Q ഡിനോമിനേറ്ററിലല്ല, അതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് ഈസ് ഓഫ് ദ ഫോം 2n × 5m. 2ഉം 5ഉം അല്ലാതെ വേറൊരു ഫാക്ടേഴ്സും അതിൻ്റെ പ്രൈം ഫാക്ടേഴ്സിൽ വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അതാണ് ഫസ്റ്റ് തിയറം. അപ്പോൾ 2n × 5m ഫോമിൽ മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ തിയറം 1.5 പറയുന്നത് ലെറ്റ് എക്സ് ബി എ റേഷണൽ നമ്പർ ഹൂസ് ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ്സ് then x can be expressed in the form P/Q where P and Q are co-primes and the prime factors of Q is of the form 2n × 5m. 2n ഉം 5m. അത് n എന്ത് വേണമെങ്കിലും ആവാം, 2(1), അതുപോലെ 5(3) എങ്ങനെയും ആവാം. പക്ഷെ 2ഉം 5ഉം അല്ലാതെ വേറൊരു ഫാക്ടേഴ്സും ഉണ്ടാവാൻ പാടില്ല, എങ്കിൽ മാത്രമേ അത് ടെർമിനേറ്റ്സ് ആവുള്ളൂ. ഇനി അടുത്തത് ഇതിൻ്റെ കോൺവേഴ്സ് ആണ്. കോൺവേഴ്സ് എങ്ങനെയാണ്? അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ 2n × 5m ഫോമിലാണെങ്കിൽ ആ റേഷണൽ നമ്പർ ടെർമിനേറ്റ്സ് ആണെന്ന് പറയും. നേരെ തിരിച്ചു പറഞ്ഞു. നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു? അതിൽ ടെർമിനേറ്റ്സ് ആണെന്ന് തന്നു. അപ്പോൾ അതിൻ്റെ ഡിനോമിനേറ്റർ ഈ ഫോമിലാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. രണ്ടാമത്തെ തിയറത്തിൽ പറയുന്നത് ഇതിൻ്റെ കോൺവേഴ്സ്, അതായത് അതിൻ്റെ ഡിനോമിനേറ്റർ Q ഈസ് ഓഫ് ദ ഫോം 2n × 5m ആണെങ്കിൽ റേഷണൽ നമ്പർ ടെർമിനേറ്റ്സ് ആണ്. അതായത് ലെറ്റ് x is equal to P/Q be a rational number such that the prime factorization of Q is of the form 2n × 5m where n and m are non-negative integers, then x has a decimal expansion which terminates. അപ്പോൾ ആ റേഷണൽ നമ്പർ ടെർമിനേറ്റ്സ് ആയി. ഇനി മൂന്നാമത്തെ തിയറം പറയുന്നത് ഒരു റേഷണൽ നമ്പർ അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ഈസ് നോട്ട് ഓഫ് ദ ഫോം, ഈ ഫോമിലല്ലാതെ 2n × 5m എന്നുള്ള ഫോമിൽ
ഈ ഫോമിലല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അതിനെ എങ്ങനെ പറയാം, നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആയിരിക്കും. അതായത് 2ഉം 5ഉം അല്ലാതെ അതിൽ വേറെ ഏതെങ്കിലും ഫാക്ടേഴ്സ്, ഒന്നുമില്ലെങ്കിൽ 3 വരാം. അതായത് നമുക്ക് ഒരു റേഷണൽ നമ്പർ തന്നു, ഇപ്പോൾ 13/3, 2, 6 ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫാക്ടർ. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുക. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ അതിന് 2ഉം 5ഉം അല്ലാതെ ഫാക്ടേഴ്സ് വേറെ ഏതെങ്കിലും 3ഓ 7ഓ അങ്ങനെ ഏതെങ്കിലും ഒരു നമ്പർ വരികയാണെങ്കിൽ അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആയിരിക്കും. അത് റേഷണൽ നമ്പർ തന്നെയാണ്. റേഷണൽ നമ്പർ നമ്മൾ പറഞ്ഞു ടെർമിനേറ്റിംഗ്, പിന്നെ ഒന്നുമില്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ടെർമിനേറ്റ്സ് ആവണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ പ്രൈം ഫാക്ടേഴ്സ് എങ്ങനെയായിരിക്കണം, 2n × 5m ഫോമിലായിരിക്കണം. അതായത് ക്യൂവിൻ്റെ ഫോം 2n × 5m ഫോമിലായിരിക്കണം. അതല്ലാതെ വേറെ ഏതെങ്കിലും ഫാക്ടേഴ്സ് അതിൽ വരുന്നുണ്ടെങ്കിൽ ആ റേഷണൽ നമ്പർ എന്തായിരിക്കും, നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആയിരിക്കും. ഇത്രയാണ് ഡെസിമൽ എക്സ്പാൻഷൻ്റെ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതനുസരിച്ച് ഇത് വെച്ചിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാം. അപ്പോൾ എക്സസൈസ് 1.4 ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിത്തൗട്ട് ആക്ച്വലി പെർഫോമിംഗ് ദ ലോങ് ഡിവിഷൻ സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് ഡെസിമൽ എക്സ്പാൻഷൻ വിൽ ഹാവ് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ഓർ നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. അപ്പോൾ ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, 10 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 13/3125 ആണ്. നമുക്ക് ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് ആണോ ഡെസിമൽ എക്സ്പാൻഷൻ നമ്മളിപ്പോൾ തിയറം പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ടെർമിനേറ്റിംഗ് ആണെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്റർ ക്യൂ ഏത് ഫോമിലാണ് ഉണ്ടാവേണ്ടത്, 2n × 5m ഫോമിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ഇത് ഓർമ്മിച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണെങ്കിൽ അതിൻ്റെ ക്യൂ ഈസ് ഓഫ് ദ ഫോം, അതായത് അതിൻ്റെ ഡിനോമിനേറ്റർ മാത്രം നമ്മൾ നോക്കുന്നത്. ഡിനോമിനേറ്റർ ഏത് ഫോമിൽ ഉണ്ടാവണം, 2n × 5m ആ ഫോമിലാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആണെന്ന് പറയാം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ 13/3125 ഇതിൽ p/q ഫോമിൽ എഴുതിയാൽ നിങ്ങൾ ആദ്യം അതിൽ എന്തെങ്കിലും കോമൺ ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. ഇപ്പോൾ ഇതിൽ 13 പ്രൈം നമ്പറാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കോമൺ ആയിട്ടൊന്നുമില്ല. കോമൺ ആയിട്ടുണ്ടെങ്കിൽ ആദ്യം അത് ക്യാൻസൽ ചെയ്യുക. അതിനുശേഷം അതിൽ ഡിനോമിനേറ്ററിലുള്ള നമ്പറിന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. ഇവിടെ 3125നെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 5ൽ അവസാനിക്കുന്ന നമ്പർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 5 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. 6, 30, 12ൽ 2, 25ൽ 5, 1, 12ൽ 2, 25ൽ 5. അപ്പോൾ 5, 25, 5, 5. അപ്പോൾ എന്താണ് വരുന്നത്, 5, 5 ആണുള്ളത്, 5 ക്യൂബ്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, 13/5³ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 5 ക്യൂബ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ടെർമിനേറ്റിംഗ് ആണോ. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ 2n × 5m വരണം, അല്ലെങ്കിൽ 5 മാത്രമാണെങ്കിലും അതുപോലെ 2 മാത്രമാണെങ്കിലും ടെർമിനേറ്റിംഗ് എന്ന് പറയാൻ കാരണം ഇപ്പോൾ ഇവിടെ നമുക്ക് 5 മാത്രമേ ഉള്ളൂ. ഇതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം, 2⁻0 എന്ന് എഴുതാം. 2⁻0 1 ആണ്. അപ്പോൾ ഇവിടെ 5ഉം 2ഉം ഫാക്ടേഴ്സ് ആയിട്ടുണ്ട്. n-ഉം m എന്തായിരിക്കണം, നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ആയിരിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് ഏത് ഫോമിലാണുള്ളത്, q ഈസ് ഓഫ് ദ ഫോം 2n × 5m ആണ്. അപ്പോൾ ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്താണ്, ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ അത്രയും കാര്യം പറയേണ്ടു. ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് ആണോ എന്നേ പറയുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം ഡെസിമൽ എക്സ്പാൻഷൻ എന്താണ്, ടെർമിനേറ്റിംഗ് ആണ്. അപ്പോൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കോമൺ ആയിട്ട് ഏതെങ്കിലും നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് ആദ്യം ക്യാൻസൽ ചെയ്യുക. p/q ഫോമിൽ നമുക്കൊരു നമ്പർ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് ഏതെങ്കിലും നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആദ്യം ക്യാൻസൽ ചെയ്യുക. ഇല്ലെങ്കിൽ അത് അതേപോലെ വെച്ച് ഡിനോമിനേറ്ററിനെ എന്ത് ചെയ്യുക, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് അതിൻ്റെ പ്രൈം ഫാക്ടേഴ്സിൽ ഒന്നുമില്ലെങ്കിൽ 5ൻ്റെ മാത്രം ഫാക്ടേഴ്സേ ഉള്ളൂ, അല്ലെങ്കിൽ 2ൻ്റെ മാത്രം ഫാക്ടേഴ്സേ ഉള്ളൂ, അല്ലെങ്കിൽ 2ഉം 5ഉം ഉണ്ടെങ്കിൽ അത് എന്താണ്, ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയും. അതായത് q ഈസ് ഓഫ് ദ ഫോം 2n × 5m ഫോമിലാണെങ്കിൽ നമുക്ക് ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് എന്ന് പറയും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 17/8 ആണ്. 17/8ലും നമുക്ക് 8ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നമുക്കറിയാം, 2 × 2 × 2 2³ ആണ് 8 അല്ലേ.
അപ്പോൾ 17/8 ഇതിലും നമുക്ക് കോമൺ ആയിട്ട് ഒന്നുമില്ല. അപ്പോൾ 8 എന്നുള്ളത് നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? 4, 2, 2. അപ്പോൾ 17/2³ എന്നാണ് ഉള്ളത്. ഇതിലാണെങ്കിൽ നമുക്ക് എന്താ ഉള്ളത്? 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 5⁻0 എന്ന് കൊടുക്കുക അല്ലേ? 5⁻0. അപ്പോൾ 2 ഇതും q ഏത് ഫോമിലാണുള്ളത്? q is of the form 2n into 5m ആണ്. അപ്പോൾ ഡെസിമൽ എക്സ്പാൻഷൻ എന്താണ്? ടെർമിനേറ്റിംഗ് എന്ന് പറയാം. ഇവിടെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 64/455. അപ്പോൾ 64/455 നമുക്ക് കോമൺ ആയിട്ട് ഒരു നമ്പറും ഇല്ല. അപ്പോൾ നമുക്ക് അത് അതേപോലെ എഴുതാം. 64/455. ഇനി 455ന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. 455 5ൽ അവസാനിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9 5s are 45. 91. 91 എത്രയിലാണ് പോവുക? 13 into 7. 91. അതിൽ മാത്രമേ അത് പോവുള്ളൂ. 13 ഇവിടെ 7 വന്നു. അപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് ഇവിടെ നമ്മൾ നോക്കുക. പിന്നെ നമുക്ക് 64 ഡിവൈഡ് ബൈ 5 into 13 into 7. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഫാക്ടേഴ്സിൽ എന്തുണ്ട്? 5 കുഴപ്പമില്ല. പക്ഷെ ഇത് രണ്ടും എന്താണ്? 5ഉം 2ഉം അല്ലാതെ വേറൊരു നമ്പറാണുള്ളത്. അപ്പോൾ ഈസ് നോട്ട് ഓഫ് ദ ഫോം ഏത് ഫോമിലല്ല? 2n into 5m ഫോമിലല്ല. അപ്പോൾ ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്താണ്? നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണ്. നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ്. അപ്പോൾ ഇതിൽ ഇത്ര കാര്യം മാത്രമേ നമ്മൾ ഓർമ്മിക്കേണ്ടതുള്ളൂ. 2ന്റെ ഫാക്ടേഴ്സ്, അതായത് ഡിനോമിനേറ്ററിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് 2ന്റെ ഫാക്ടേഴ്സ് മാത്രമാണെങ്കിലും അല്ലെങ്കിൽ 5ന്റെ ഫാക്ടേഴ്സ് മാത്രമാണെങ്കിലും 2ഉം 5ഉം ചേർന്നിട്ടുള്ള ഫാക്ടേഴ്സ് ആണെങ്കിലും നമുക്ക് എന്തായിരിക്കും? ടെർമിനേറ്റിംഗ് ആയിരിക്കും. അതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു നമ്പർ 3, 7 അല്ലെങ്കിൽ 13 വേറെ ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആയിരിക്കും. കാരണം ഇതൊരു റേഷണൽ നമ്പറാണ്. റേഷണൽ നമ്പർ ആണെങ്കിൽ റിപ്പീറ്റിംഗ് ആയിരിക്കും. ഇറേഷണൽ നമ്പർ ആണെങ്കിൽ മാത്രമേ നോൺ റിപ്പീറ്റിംഗ് ആവുള്ളൂ. അപ്പോൾ അത്രയും കാര്യം ഓർമ്മിക്കുക. നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 15/1600 ആണ്. അപ്പോൾ 15/1600 എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 4 അല്ലെങ്കിൽ 2 കൊണ്ടാണ് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നതെങ്കിൽ 2 100. അപ്പോൾ ഇങ്ങനെ 100 എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെയും 250 അങ്ങനെ പോകും. 50 ആവുമ്പോൾ 25, 5, 5. അപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് ഇതിൽ നമുക്ക് കോമൺ ആയിട്ടുണ്ട്. ആ നമ്പർ ക്യാൻസൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ഒന്നാമത് 0ലും 5ലും ഉള്ള നമ്പേഴ്സാണ്. അപ്പോൾ ആദ്യം തന്നെ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യുക. ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 15 എന്ന് പറയുമ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ആയി. 1600നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 5 3s are 15. 10ൽ 2 320. എന്നിട്ട് 320ൻ്റെ പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചാലും മതി. അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ ഫാക്ടേഴ്സ് എഴുതിയിട്ട് ക്യാൻസൽ ചെയ്യണം. എങ്ങനെ എഴുതാലും കുഴപ്പമില്ല. അവിടെ കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ടാവാൻ പാടില്ല. ആദ്യം ക്യാൻസൽ ചെയ്യുക. അതിനുശേഷം 320 എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 5ൽ തന്നെ 0ൽ അവസാനിക്കുന്ന നമ്പർ എന്തായാലും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 30 20ൽ 4. ഇനി 2 3 32 2 1 6 2 8 എന്ന് പറയുന്നത് 2³ ആണ്. 2. അപ്പോൾ എത്രയാണ്? 1 2 3 4 5 6. അപ്പോൾ 3/2⁶ into 5 അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതും എന്താണ്? ഈസ് ഓഫ് ദ ഫോം 2n into 5m ആണ്. therefore ഡെസിമൽ എക്സ്പാൻഷൻ എന്താണ്? ടെർമിനേറ്റിംഗ് ആണെന്ന് പറയാം. അപ്പോൾ അതിൽ 5th ക്വസ്റ്റ്യൻ 29/343. 29/343 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇവിടെ 29ലും 343ലും കോമൺ ആയിട്ട് ഒന്നുമില്ല. 343ന്റെ ഫാക്ടേഴ്സ് അതായത് 7 ക്യൂബാണ് 343. അപ്പോൾ 29/7 ക്യൂബാണ്. നമുക്കറിയാം അവിടെ 2ഉം 5ഉം ഒന്നും വന്നിട്ടില്ല. ഈസ് നോട്ട് ഓഫ് ദ ഫോം 2 raised to n into 5 raised to m ആണ്. അതുകൊണ്ട് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണ്. ഇതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് എന്ന് പറയാം. അതിൽ അത്രയേ ഉള്ളൂ. നമുക്ക് ഡിനോമിനേറ്ററിൽ 7 ആണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണ്. അടുത്തത് 23/2 raised to 3 into 5 square ആണ്. അത് നമുക്ക് അതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ തന്നെ അതായത് അതിന്റെ ഡിനോമിനേറ്റർ പ്രൈം ഫാക്ടേഴ്സിൽ തന്നെ തന്നിട്ടുണ്ട്. അത് ഇത് 2ന്റെയും 5ന്റെയും ടേംസിലാണുള്ളത്, അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് പറയാം, ടെർമിനേറ്റിംഗ് ആണെന്ന് പറയാം. ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. അടുത്തത് 129/2 square into 5 raised to 7 into 7 raised to 5 ആണ്. അതിലും എന്ത് വന്നിട്ടുണ്ട്, 7 വന്നിട്ടുണ്ട്. അപ്പോൾ സെവൻത്ത് എന്താണ്, നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണ്. 2ഉം 5ഉം അല്ലാതെ വേറെ നമ്പർ ഉണ്ടെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണെന്ന് പറയാം. 6/15 നമുക്ക് കോമൺ ആയിട്ട് നമ്പർ ഉണ്ട്. 6ലും 15ലും എന്ത് നമ്പർ കോമൺ ആയിട്ടുണ്ട്, 3 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ 2/5 ആണ്. 2/5 ആവുമ്പോൾ അവിടെ നമുക്ക് ഇവിടെ ഡിനോമിനേറ്റർ 5ലാണുള്ളത്. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, 5 × 2 raised to 0 എന്ന് എഴുതാം. അതുകൊണ്ട് ഇത് ടെർമിനേറ്റിംഗ് ആണ്. ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ് എന്ന് പറയാം. അടുത്തത് 35/50 ആണ്. 35/50ലും കോമൺ നമ്പർ ഉണ്ട്. ഏതാണ് കോമൺ ആയിട്ടുള്ളത്, 5 കോമൺ ആയിട്ടുണ്ട്. 5 കോമൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, അതായത് 35/50 എന്ന് പറയുമ്പോൾ 7/10 ആണ് വരുന്നത്. 10 എന്ന് പറയുന്നത് എന്താണ്, 2ഉം 5ഉം ആണ് അതിൻ്റെ ഫാക്ടേഴ്സ്. 2 × 5 ഫോമിലുള്ളത് കൊണ്ട് ഇതും എന്താണ്, ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. അടുത്തത് 77/210 ആണ്. 77/210 എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് 7 × 11 ആണ് ഇതിൻ്റെ ഫാക്ടേഴ്സ്. ഇത് 7 × 30 ആണ്. അപ്പോൾ 7 ക്യാൻസലായി 11/30 ആണ് വരുന്നത്. 11/30 30ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ 5 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. 6/2 3. അപ്പോൾ അതിൽ എന്ത് വന്നു, 3 വന്നു. അപ്പോൾ അതിൻ്റെ അത് എന്താണ്, നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണെന്ന് പറയാം. ഇത്രയേ ഇതിലുള്ളൂ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ. ഇപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷനെ എങ്ങനെ ഡെസിമൽ ഫോമിൽ എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്തു എങ്ങനെയാണ് ടെർമിനേറ്റ്സ് ആണോ എന്ന് നമ്മൾ നോക്കിയത്, അതിൻ്റെ ഫാക്ടേഴ്സ് അതായത് ഡിനോമിനേറ്ററിലുള്ള നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് 2 raised to n ഉം 5 raised to mൻ്റെയും ഫോമിലാണുള്ളതെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു, ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷനാണ്. അപ്പോൾ ഇനി അതിൻ്റെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റി എഴുതണം. നമുക്ക് ടെർമിനേറ്റിംഗ് കിട്ടിയതാണ്. ഇത്രയും ക്വസ്റ്റ്യൻസിന് മാത്രമേ നമുക്ക് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം എന്തായിരുന്നു, നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ടെർമിനേറ്റ്സിന് ആണെങ്കിൽ അതിനെ ഡെസിമൽ ഫോമിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ 13/3125 ആണ്. ഇതിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ നേരത്തെ എത്രയാണ് കിട്ടിയത്, 13/5 raised to 5 ആണ് കിട്ടിയിട്ടുള്ളത്. 3125ന് നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു, ഡെസിമൽ ഫോമിൽ എഴുതുക എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ തന്നു. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും കോമൺ നമ്പേഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. കോമൺ ആയിട്ടുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യുക. അതിനുശേഷം ഡിനോമിനേറ്ററിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കുക. പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ ചെയ്തതാണ്, അതുകൊണ്ട് 5 raised to 5 കിട്ടി. ഇനി ഈ 5 raised to 5 കിട്ടിയാൽ ഇവിടെ നമുക്കൊരു 2 raised to 5 വരണം. അതായത് നമുക്കൊരു നമ്പറിനെ ഡെസിമൽ ഫോമിലേക്ക് എഴുതണമെങ്കിൽ ഡിനോമിനേറ്ററിൽ ഒന്നുമില്ലെങ്കിൽ /10 100 അങ്ങനെ കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇപ്പോൾ 5/10 ആണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റും, ഒരു 0 ആണുള്ളത്. അപ്പോൾ 0.5. ഇപ്പോൾ 5/100 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 2 0 ഉണ്ട്. അപ്പോൾ 0.05. ഇങ്ങനെയാണ് നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് മാറ്റി എഴുതുക. അപ്പോൾ ഇവിടെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റണമെങ്കിൽ അവിടെ 5 raised to 5 ആണുള്ളത്. 2 raised to 0 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെസിമൽ ഫോമിലേക്ക് മാറ്റാൻ കഴിയില്ല. അവിടെ 2 raised to 5, അതായത് രണ്ടിൻ്റെയും പവേഴ്സ് എക്സ്പോണൻസ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് 2 raised to 5 ഡിനോമിനേറ്ററിൽ മാത്രം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ സെയിം നമ്പർ കൊണ്ട് മുകളിലും
മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിനൊരു മാറ്റവും ഇല്ല, പക്ഷെ നമുക്കതിനെ ഡെസിമൽ ഫോമിലേക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ 13 ഇൻറ്റു 2⁵ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 2 ഇൻറ്റു 2 ഇൻറ്റു ഇപ്പോൾ 4 16 16 ഇൻറ്റു 2 32 ഡിവൈഡ് ബൈ ഇവിടെ നമുക്ക് എങ്ങനെയാണ് 10⁵ ആണ് വരുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക 13നെ 32 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 32 ഇൻറ്റു 13 6 9 2 3 6 1 416. അപ്പോൾ ഇവിടെ 416 ഡിവൈഡ് ബൈ 5 0 ഉണ്ട് അല്ലേ. 10⁵ എന്ന് പറഞ്ഞാൽ 5 0 വരും. അപ്പോൾ എന്ത് ചെയ്യണം 5 പ്ലേസ് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് നമ്മൾ പോയിന്റ് ഇടണം. അപ്പോൾ ഇവിടെ 3 നമ്പറേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക 5 ആയില്ല പോയിന്റ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഡെസിമൽ ഫോമിലേക്ക് ഇങ്ങനെയാണ് നമ്മൾ മാറ്റിയത്. ആദ്യം ഇതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക, അതിനുശേഷം അത് 5 മാത്രമേ ഉള്ളൂ എങ്കിൽ അതിൽ നമ്മൾ 2 മൾട്ടിപ്ലൈ ചെയ്യും. ഏതെല്ലാമാണോ ഇല്ലാത്തത് അതിനനുസരിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആ സെയിം നമ്പറിനും ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി 17/8 17/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 നമ്മൾ നേരത്തെ ചെയ്തു 2 ക്യൂബാണുള്ളത്. ഇവിടെ 2 ക്യൂബ് ഉണ്ട്. ഇനി എന്ത് വേണം 5 ക്യൂബ് വേണം. അപ്പോൾ എന്ത് ചെയ്യുക ഇൻറ്റു 5 ക്യൂബ് ന്യൂമറേറ്ററിലും 5 ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 17 ഇൻറ്റു 125 ഡിവൈഡ് ബൈ 10 ക്യൂബാണ് വരുന്നത്. 10 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 0 1000. ഇനി 17 ഇൻറ്റു 125 കണ്ടുപിടിക്കുക. 125 ഇൻറ്റു 17 5 3 ആവുമ്പോൾ 14 പ്ലസ് 3 17 1 8 5 2 1 5 12 1 2 1 2 5 ഡിവൈഡ് ബൈ 1000 ആണുള്ളത്. അപ്പോൾ 3 പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ് ചെയ്യുക. അപ്പോൾ 2.125 ഇതാണ് അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ. ഇനി അടുത്തത് 23/2 ക്യൂബ് ഇൻറ്റു 5 സ്ക്വയർ ആണുള്ളത്. അവിടെ 5 സ്ക്വയർ ഉണ്ട്. 5 ക്യൂബ് ആണെങ്കിൽ ഒരു 5 കൊണ്ട് മാത്രമേ നമുക്ക് മൾട്ടിപ്ലൈ ഉള്ളൂ. അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യം അതേ നമ്പറിന് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം. 15/1600 ഉണ്ട്. അപ്പോൾ 15/1600 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെ കോമൺ ആയിട്ടുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നേരത്തെ നമ്മൾ ചെയ്തതാണ്. 5 ആണ് കോമൺ ആയിട്ടുള്ളത്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 320 എന്ന് കിട്ടി. ഇനി 320ൻ്റെ ഫാക്ടേഴ്സ് എന്തായിരുന്നു 320ൻ്റെ പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ 2 1 6 2 80 2 40 2 20 2 5 ഇങ്ങനെയാണ് കിട്ടുന്നത്. എത്രയാണ് 2 3 4 5 6 3/2�6 ഇൻറ്റു 5 ആണുള്ളത്. അപ്പോൾ ഇവിടെ 2�6× 5 ഉണ്ട്. 5�6 നമുക്ക് വേണം. അപ്പോൾ 5�1 ഉണ്ട്. ഇനി എത്ര വേണം ഒരു 5⁵ കൂടി വരണം. എന്നാൽ മാത്രമേ 5�6 ആവുള്ളൂ. അപ്പോൾ ആ 5⁵ ആണ് നമ്മൾ അധികമായിട്ട് എടുത്തിട്ടുള്ളത്. അത് ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 5⁵ 3 ഇൻറ്റു 5⁵ ഡിവൈഡ് ബൈ 2�6 ഇൻറ്റു 5⁵6 വന്നു. അപ്പോൾ 5⁵ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയെന്ന് വരിക 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5. അപ്പോൾ 25 25 ഇൻറ്റു 25 625 625 ഇൻറ്റു 5 3125 3125 ഇൻറ്റു 3 15 1 7 3 9 9375 ആണുള്ളത്. ഡിവൈഡ് ബൈ 6 0 ആണ് വരുന്നത്. അപ്പോൾ 6 പ്ലേസ് കഴിഞ്ഞിട്ട് നമുക്ക് പോയിന്റ് എഴുതണം. അപ്പോൾ എത്രയാണ് വരിക 0.09375 എന്ന് വരും. അപ്പോൾ 6 പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ വരുന്നത്. അടുത്തത് 23/2 ക്യൂബ് ഇൻറ്റു 5 സ്ക്വയർ. ഇവിടെ ഫാക്ടേഴ്സ് തന്നതുകൊണ്ട് നമുക്ക് ഇനി ഫാക്ടേഴ്സ് കണ്ടുപിടിക്കട്ടെ. ഇവിടെ 5 സ്ക്വയർ ആണുള്ളത്, ഇവിടെ 2 ക്യൂബ് ആണുള്ളത്. അപ്പോൾ ഏതാണ് നമുക്കിത് 5 ക്യൂബ് ആവണമെങ്കിൽ, അതായത് 5 സ്ക്വയർ ഇൻറ്റു 5⁻1 എടുത്താൽ മാത്രമേ നമുക്ക് 5 ക്യൂബ് ആവുള്ളൂ. നമ്മൾ എക്സ്പോണൻസിൽ പഠിച്ചിട്ടില്ലേ. അപ്പോൾ 5 ക്യൂബ്
ഇങ്ങനെ 5 ക്യൂബ് തന്നെ കിട്ടണം. 2 ക്യൂബാണുള്ളതെങ്കിൽ 5ഉം ക്യൂബിൽ തന്നെ കിട്ടണം. അപ്പോൾ ഇവിടെ എന്ത് നമ്പർ കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഇൻറ്റു 5 ഡിവൈഡ് ബൈ 5. അപ്പോൾ ഇത് 5 ക്യൂബ് ആവും. 23 ഇൻറ്റു 5 ഡിവൈഡ് ബൈ 5. 5 ക്യൂബ് ഇൻറ്റു 2 ക്യൂബ് വന്നു അവിടെ. 23 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 5 115. 115 ബൈ 10 ക്യൂബ്. 10 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000. 3 സീറോ ഉണ്ട്. അപ്പോൾ 3 സീറോ ആവുമ്പോൾ 0.115. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഇനി 6/50. 6/50 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിൽ കോമൺ ആയിട്ട് എന്തുണ്ട്? 3 ഉണ്ട്. അപ്പോൾ 2/5. ഇവിടെ 5 മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് 10 ആക്കാം നമുക്ക്. 10 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 2 ഇവിടെയും 2. അപ്പോൾ എന്തായി? 4/10. 4/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.4. ഇങ്ങനെ നമുക്ക് ഇതിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പോയിന്റ് എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് നോക്കുക നമുക്ക് ഏത് നമ്പറാണോ ഇല്ലാത്തത്. അതുപോലെ പവർ സെയിം ആവണം. അതിനനുസരിച്ച് ആ നമ്പർ നമ്മൾ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, ആ സെയിം നമ്പർ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഡിനോമിനേറ്ററിൽ മാത്രമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അടുത്തത് 35/50. 35/50 5 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ 7/10. 7/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0.7. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ. ടെർമിനേറ്റിങ്ങിൻ്റെ മാത്രമാണ് നമ്മൾ ഡെസിമൽ എക്സ്പാൻഷൻ എഴുതിയത്. അപ്പോൾ ടെർമിനേറ്റിങ്ങിൻ്റെ ഇങ്ങനെ ഡെസിമൽ എക്സ്പാൻഷൻ എഴുതുന്നത്. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഫോളോയിങ് റിയൽ നമ്പേഴ്സ് ഹാവ് ഡെസിമൽ എക്സ്പാൻഷൻ ആസ് ഗിവൺ ബിലോ. ഇൻ ഈച്ച് ഡിസൈഡ് വെദർ ദേ ആർ റാഷണൽ ഓർ ഇറാഷണൽ നമ്പർ. റാഷണൽ നമ്പർ ആണോ ഇറാഷണൽ? നമുക്ക് ഡെസിമൽ എക്സ്പാൻഷൻ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ പറയണം റാഷണൽ നമ്പർ ആണോ ഇറാഷണൽ നമ്പർ ആണോ. റാഷണൽ നമ്പർ ആണെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്റർ ഏത് ഫോമിലാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 43.123456789. അപ്പോൾ ഇവിടെ ഇത് അവസാനിക്കുന്നുണ്ട്. 9ൽ അത് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയുക? ടെർമിനേറ്റിംഗ് ആണ്. അപ്പോൾ ടെർമിനേറ്റിംഗ് ആണെങ്കിൽ എന്താണ്? റാഷണൽ നമ്പർ ആണ്. റാഷണൽ നമ്പർ ആണെങ്കിൽ ഇതിൻ്റെ ഡിനോമിനേറ്റർ ഏത് ഫോമിലാണ് ഉണ്ടാവുക? ഇവിടെ 1 2 3 4 5 6 7 8 9 നമ്പേഴ്സ് ആണുള്ളത്. അപ്പോൾ ഡിനോമിനേറ്റർ ഏത് ഫോമിലാണ് ഉണ്ടാവുക? അതായത് 2⁹ ഇൻറ്റു 5⁹. 9 പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഉള്ളത്. അപ്പോൾ q ഈസ് ഓഫ് ദ ഫോം 2⁹ ഇൻറ്റു 5⁹. അത് റാഷണൽ നമ്പർ ആണ്. ടെർമിനേറ്റിംഗ് ആയതുകൊണ്ട് റാഷണൽ നമ്പർ ആണെന്ന് പറയാം. റാഷണൽ നമ്പർ. അപ്പോൾ അതിൻ്റെ ഡിനോമിനേറ്റർ 2⁹ ഇൻറ്റു 5⁹. അടുത്തതെന്ന് പറയുന്നത് 1 പോയിന്റ് അങ്ങനെ 201 2001 അത് എൻഡ് ചെയ്യുന്നില്ല. എൻഡ് ചെയ്യാത്തത് കൊണ്ട് അത് ഇങ്ങനെയാണുള്ളത്. 1.201 പിന്നെ 2001 അടുത്തത് 2001 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് നോൺ ടെർമിനേറ്റിംഗ് ആണെന്ന് പറയാം. നോൺ ടെർമിനേറ്റിംഗിൽ ഇവിടെ റിപ്പീറ്റിംഗ് അല്ല, സെയിം നമ്പേഴ്സ് എല്ലാം റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതെന്താണ്? ഇറേഷണൽ നമ്പർ ആണ്. നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ആണ്. നോൺ റിപ്പീറ്റിംഗ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറാഷണൽ നമ്പർ ആണെന്ന് പറയാം. അടുത്തത് അതിൽ സെയിം നമ്പേഴ്സ് 1 2 3 4 5 6 7 8 9 അതിൻ്റെ മുകളിൽ വരയുണ്ടെങ്കിൽ അതായത് 43 പോയിന്റ് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. 43.12345 6 7 8 9 ഇത്രയും നമ്പേഴ്സ് എന്താണ്? റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് ഇത് റാഷണൽ നമ്പർ ആണ്. നോൺ ടെർമിനേറ്റിംഗ് ആണ്. സ്റ്റോപ്പ് ചെയ്യുന്നില്ല. നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണ്. നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണെങ്കിൽ റാഷണൽ നമ്പർ ആണ്. അത്രയും പറയാതെ. അപ്പോൾ ആ ചാപ്റ്റർ കഴിഞ്ഞു. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, എന്നാലും മനസ്സിലാക്കി വെക്കുക. ടെർമിനേറ്റ് ചെയ്യുന്നു. ടെർമിനേറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ അതായത് 9 നമ്പേഴ്സ് കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഉള്ളത്. അത് 2⁹ ഇൻറ്റു 5. ഇതാണെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ആണ്. അപ്പോൾ ഇറാഷണൽ നമ്പർ ആണ്. ഇവിടെ ഇത്രയും നമ്പർ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. അപ്പോൾ നോൺ ടെർമിനേറ്റ് വര വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ ആണ്. അതുകൊണ്ട് നോൺ ടെർമിനേറ്റിംഗ് അതുപോലെ റിപ്പീറ്റിംഗ് ആണ് റാഷണൽ നമ്പർ ആണെന്ന് പറയും. ആ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് പഠിക്കുക. അത് ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.